ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പെയ്ഡായിട്ടുള്ള അസൈൻമെൻറ്റ്സോ നോട്ട്സോ ഒക്കെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ മലയാളത്തിൽ നോട്ട്സ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ വീഡിയോസിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ്. അതിലാദ്യം നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് പഠിക്കണം കേട്ടോ. ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ, നമ്മൾ മൗലിക അവകാശങ്ങളാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫസ്റ്റ് യൂണിറ്റിൽ. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കടമകളാണ്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങളുമാണ്. ഇതിൽ രണ്ടെണ്ണമാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങൾ ദേശസ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യമോ അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിനും പൗരന്മാരുടെ ധാർമ്മിക ബാധ്യതകളെ പ്രതിനിധീകരിക്കുന്നവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A എന്ന ആർട്ടിക്കിൾ, അതിൽ ആർട്ടിക്കിൾ 51A വിവരിച്ചിട്ടുണ്ട് നമ്മുടെ മൗലിക കടമകൾ. ആ വിവരിച്ചിരിക്കുന്ന മൗലിക ചുമതലകൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1976 42ാം ഭേദഗതി നിയമം മുഖേനയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ വൺ വേർഡ് വരും കേട്ടോ. ഈ കർത്തവ്യങ്ങൾ ന്യായീകരിക്കാനാവാത്തതാണെങ്കിലും, അതായത് നമുക്ക് കോടതി മുഖേന നേടിയെടുക്കാൻ കഴിയാത്തതാണെങ്കിലും നിയമപ്രകാരം അവ, അല്ലെങ്കിൽ കോടതി മുഖേന സർക്കാരിനത് നേടിയെടുക്കാൻ കഴിയില്ല, അങ്ങനത്തതാണെങ്കിലും നിയമപ്രകാരം അവ നശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഉത്തരവാദിത്തമുള്ള പൗരത്വത്തിനുള്ള ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളായിട്ട് ഈ മൗലിക കടമകൾ പ്രവർത്തിക്കുന്നു. ഇനി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ ഭരണഘടന അത് ഉൾക്കൊണ്ടിട്ടുള്ളത്. വൺ വേർഡ് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ തുടക്കത്തിൽ അത്തരം ചില ചുമതലകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. അവരതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. അവ മൗലിക അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയുടെ ആവശ്യകത ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, അതായത് 1975 മുതൽ 1977 വരെയുള്ളൊരു അടിയന്തരാവസ്ഥ ഉണ്ടായില്ല, ആ കാലഘട്ടത്തിൽ അടിസ്ഥാന കടമകൾ അവതരിപ്പിക്കുന്നതിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അത് ചില കടമകൾ വ്യക്തികൾക്കുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം എന്നത് അടിയന്തര അവസ്ഥ കാലത്ത് അത് ഒരു നിർബന്ധമായി തോന്നി. അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇനി നമുക്ക് 10 ഒറിജിനൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, 10 പ്രധാന അല്ലെങ്കിൽ യഥാർത്ഥ മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10 മൗലിക കടമകൾ. ഒന്നാമത്തത്, അത് എവിടെ പറയുന്നതെന്ന് പറയട്ടെ. ആർട്ടിക്കിൾ 51A ഓരോ പൗരൻ്റെയും 10 അടിസ്ഥാന ചുമതലകൾ പറഞ്ഞിട്ടുണ്ട്. 1, ഭരണഘടന അനുസരിക്കുന്നതിനും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. രണ്ടാമത്തത്, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 4, രാജ്യത്തെ പ്രതിരോധിക്കാനും അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ദേശീയ സേവനം നൽകാനും തയ്യാറാവുക. 5, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ ഐക്യവും പൊതുസാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. 6, നമ്മുടെ സംയോജിത സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 7, പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, അതായത് ജീവജാലങ്ങളെ നശിപ്പിക്കാതിരിക്കുക. 8, ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും ആത്മാവ് എന്നിവ വികസിപ്പിക്കുക. 9, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഒഴിവാക്കുകയും ചെയ്യുക. 10, വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതാണ് 10 മൗലിക കടമകൾ. ഇനി ഒരു 11th ഡ്യൂട്ടി, 11ാമത്തെ ഒരു കർത്തവ്യം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. അതാണ് ഇനി പറയുന്നത്. 2002 86ാം ഭേദഗതി നിയമം 11ാമത്തെ ഒരു മൗലിക ചുമതല കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 6-നും 14-നും വയസ്സിനിടയിൽ, 6-14 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരുവൻ്റെ 6-നും 14-നും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വാർഡൻ എന്ന് പറഞ്ഞാൽ അവർ പരിചരിക്കണം, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള.
കുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിൽ പ്രത്യേകം താല്പര്യം ഊന്നി പറയുന്ന ഒരു കടമയാണ് ഇത് കേട്ടോ. ഇനി അതിനൊരു സംഗ്രഹം, അത് ആ മൗലിക കടമകൾക്കൊരു സംഗ്രഹം കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം, നിർദ്ദേശക തത്വങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങൾ ന്യായീകരിക്കാനാവാത്തതാണെങ്കിലും പൗരന്മാർക്കിടയിൽ ഉത്തരവാദിത്വവും ദേശസ്നേഹവും ധാർമ്മിക പെരുമാറ്റവും ഒക്കെ വളർത്തിയെടുക്കുന്നതിൽ അതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവ മൗലിക അവകാശങ്ങളെ എന്താക്കുന്നു, കൂടുതൽ പൂരകമാക്കുന്നുണ്ട്. ജനാധിപത്യ ഭരണത്തിനും സാമൂഹിക ഐക്യത്തിനും സന്തുലിതമായ ഒരു ചട്ടക്കൂട് സൃഷ്ടിച്ചു നൽകുന്നുണ്ട് ഏത് മൗലിക കടമകൾ. അവയുടെ സ്വാധീനവും അതിനെ വർദ്ധിപ്പിക്കുന്ന ഓരോ പൗരനും രാജ്യത്തോടുള്ള അവരുടെ കടമകൾ തിരിച്ചറിയുകയും നിറവേറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ കടമകൾ തിരിച്ചറിയുന്ന ഓരോ പൗരനും രാജ്യത്തിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രത്തിൻ്റെ നയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രത്തിൻ്റെ നയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ DPSP എന്ന് പറയും. DPSP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, അതാണ് DPSP കേട്ടോ. സർക്കാരിന് സർക്കാർ നിയമിക്കുമ്പോൾ രൂപീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. അതായത് ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. ആ മാർഗനിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ട് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗം ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. 51 ഏത് വരുന്നു, 36 വരെ ഏത് വരുന്നുണ്ട്, മൗലികാവകാശങ്ങൾ. 36 മുതൽ 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ. 51-ലാണ് ഇത് മൗലിക ചുമതലകൾ വരുന്നത് കേട്ടോ. പൗരന്മാർക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അവ ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഉൾക്കൊള്ളുകയും സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യത്തിനായി പരിശ്രമിക്കാൻ ഭരണകൂടത്തെ നയിക്കുകയും ചെയ്യുന്നു. ഈ തത്വങ്ങൾ ന്യായീകരിക്കാൻ കഴിയാത്തതാണെങ്കിലും അവ കോടതിക്കും നടപ്പാക്കാൻ കഴിയില്ലെങ്കിലും രാജ്യത്തിൻ്റെ ഭരണത്തിൽ അവർക്ക് അടിസ്ഥാനപരമായ ഒരു സ്ഥാനം തന്നെ ഈ തത്വങ്ങൾക്ക് ഉണ്ട്. ഇനി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ചരിത്ര പശ്ചാത്തലം. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഐറിഷ് ഭരണഘടനയിൽ, അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അത് തന്നെ സ്പാനിഷ് ഭരണഘടനയാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ഐറിഷ് ആ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരണഘടനയിലും അത് ആവശ്യമായി കാണുകയും അങ്ങനെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തതാണ്. അതാണ് ചരിത്ര പശ്ചാത്തലം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങളുടെ വിഭാഗങ്ങൾ 3 വിഭാഗങ്ങളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. 1 സാമൂഹികവും സാമ്പത്തികവുമായ തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്, 2 ഗാന്ധിയൻ തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നവ, 3 ലിബറൽ ബൗദ്ധിക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നവ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രിൻസിപ്പിൾസ്, സാമൂഹികവും സാമ്പത്തികവുമായ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? സാമൂഹികവും സാമ്പത്തികവുമായ തത്വങ്ങൾ നീതി ലഭ്യമാക്കുന്നതിനും ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള പാത സജ്ജമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പ്രധാന മേഖലകൾ ഏതൊക്കെ നോക്കുക. ആർട്ടിക്കിൾ 38 പറയുന്നുണ്ട്, നീതി, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ദേശീയ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും അറിയിക്കുന്ന ഒരു സാമൂഹിക ക്രമം സുരക്ഷിതമാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭരണകൂടം പരിശ്രമിക്കണമെന്നാവശ്യപ്പെടുന്നു. ഇനി ആർട്ടിക്കിൾ 39 വരുന്നുണ്ട്. നിങ്ങൾ ഇത് 3 വിഭാഗങ്ങൾ ചോദിച്ചാൽ ഓരോ വിഭാഗത്തിലും ഏതെല്ലാം ആർട്ടിക്കിൾ നിങ്ങൾ കൃത്യം പഠിച്ചിരിക്കണം കേട്ടോ. അതിൽ ഒന്നും എക്സ്ക്യൂസ് ഇല്ല. ആർട്ടിക്കിൾ 39 രാഷ്ട്രത്തെ സുരക്ഷിതമാക്കുന്നതിനുള്ള നയം നയിക്കുകയും എല്ലാ പൗരന്മാർക്കും മതിയായ ഉപജീവന മാർഗം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സമ്പത്തിൻ്റെയും ഉൽപ്പാദന മാർഗങ്ങളുടെയും കേന്ദ്രീകരണം തടയൽ, മിതമായ ഉപജീവന മാർഗത്തിനുള്ള അവകാശം, നന്മ നിലനിർത്തുന്നതിന് ഭൗതിക വിഭവങ്ങളുടെ തുല്യമായ വിതരണം, തൊഴിലാളികളുടെ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ ആരോഗ്യവും ശക്തിയും കുട്ടികളുടെ ചെറുപ്രായവും ദുരുപയോഗം ചെയ്യാതിരിക്കുക, കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തിനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുക. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 39 വരുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 41 ഈ തത്വത്തിൽ വരുന്നത്. അപ്പോൾ 40 അവിടെ വന്നില്ല. അപ്പോൾ അത് മറ്റ് 2 തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരും കേട്ടോ. 41 ജോലി ചെയ്യാനും വിദ്യാഭ്യാസത്തിനും ചില സന്ദർഭങ്ങളിൽ പൊതുസഹായം നൽകാനുമുള്ള അവകാശം പറയും. ആർട്ടിക്കിൾ 42 ജോലിയുടെ ന്യായവും മാനസികവുമായ വ്യവസ്ഥകൾക്കും സേവനാനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 43 തൊഴിലാളികൾക്ക് ജീവിത വേതനം, ജീവിക്കാനുള്ള അത്യാവശ്യ വേതനം നൽകൽ. ആർട്ടിക്കിൾ 43A ആണ് കേട്ടോ. 43A പറയുമ്പോൾ അപ്പോൾ അപ്പുറത്തെ ഏതെങ്കിലും 43 വരുന്നുണ്ടാവും കേട്ടോ. വ്യാവസായിക മാനേജ്മെൻറ്റിൻ്റെ തൊഴിലാളികൾക്ക് പങ്കാളിത്തം. ആർട്ടിക്കിൾ 47 പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും ഉയർത്തുന്നതിനും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാഷ്ട്രത്തിൻ്റെ കടമ നിർദ്ദേശിക്കുന്നു.
ഇനി രണ്ടാമത്തെ തത്വമാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ തത്വങ്ങൾ. ഈ തത്വങ്ങൾ മഹാത്മാഗാന്ധി വാദിച്ച ആദർശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഗാന്ധിയൻ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് കേട്ടോ. സ്വയം പര്യാപ്തവും സ്വയം ആശ്രയിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങളിൽ നിന്ന് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ വരുന്നത് ആർട്ടിക്കിൾ 40 ഫസ്റ്റ് വരുന്നത്, ഗ്രാമപഞ്ചായത്തുകളുടെ സംഘടന. രണ്ടാമത്തത് ആർട്ടിക്കിൾ 43, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. ആർട്ടിക്കിൾ 46 വരുന്നുണ്ട്, പട്ടികജാതി, പട്ടികവർഗം, മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ. പിന്നെ ആർട്ടിക്കിൾ 47 ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി പാനീയങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും നിരോധനം. ഇത്രയാണ് ആർട്ടിക്കിൾ 48 വരെ. ആർട്ടിക്കിൾ 48 പശുക്കളെയും പശുക്കിടാങ്ങളുടെയും മറ്റ് കറവ കന്നുകാലികളെയും കശാപ്പ് ചെയ്യുന്നത് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് മൃഗസംരക്ഷണം ഉറപ്പാക്കുന്നതാണ് അതിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ തത്വമാണ് ലിബറൽ ബൗദ്ധിക തത്വങ്ങൾ, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അതിൽ വരുന്നത് ലിബറലിസത്തിൻ്റെയും മാനവികതയുടെയും പ്രത്യയശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന കുറച്ച് തത്വങ്ങളാണ്. ബുദ്ധിപരവും ധാർമ്മികവുമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പുരോഗമന സമൂഹത്തെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള തത്വങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇനി ഏതൊക്കെ ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 46 വരുന്നുണ്ട്, പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 45 വരുന്നുണ്ട്, കുട്ടികൾക്ക് 14 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക. പിന്നെ ആർട്ടിക്കിൾ 48 കൃഷിയുടെയും മൃഗസംരക്ഷണത്തിൻ്റെയും സംഘാടനം. പിന്നെ വരുന്നത് ആർട്ടിക്കിൾ 48 പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം. പിന്നെ ആർട്ടിക്കിൾ 49 സ്മാരകങ്ങളുടെയും ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും ഒക്കെ സംരക്ഷണം. പിന്നെ ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപ്പെടുത്തുക. പിന്നെ ആർട്ടിക്കിൾ 51 ലാസ്റ്റത്തത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. അത്രയാണ് അതിൽ. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ഇമ്പാക്ട്സ് ആണ്, പ്രാധാന്യവും സ്വാധീനവും എന്തിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ. രാജ്യത്തിൻ്റെ നയങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നതിൽ നിർദ്ദേശ തത്വങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ഭരണത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമുള്ള ഒരു വഴികാട്ടിയായിട്ട് ഈ നിർദ്ദേശക തത്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് നടപടികളിൽ അവ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. ഇനി എന്തൊക്കെയാണ് സ്വാധീനം നോക്കാം. ഒന്നാമതായിട്ട് നിയമനിർമ്മാണത്തിനായുള്ള മാർഗനിർദ്ദേശ തത്വങ്ങൾ. രണ്ടാമത്തത് സാമൂഹിക നീതിയും സാമ്പത്തിക ക്ഷേമവും ഉറപ്പാക്കും. മൂന്നാമത്തത് ക്ഷേമരാഷ്ട്രത്തിനുള്ള ഒരു ചട്ടക്കൂടത പ്രദാനം ചെയ്യുന്നു. 4 ജുഡീഷ്യൽ വ്യാഖ്യാനമാണ്. ജുഡീഷ്യൽ വ്യാഖ്യാനം എന്നാൽ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിലും നിർദ്ദേശക തത്വങ്ങൾ ജുഡീഷ്യൽ വ്യാഖ്യാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനും നിയമനിർമ്മാണവും എക്സിക്യൂട്ടീവ് നടപടികളും സാമൂഹികവും സാമ്പത്തികവുമായ നീതിയുടെ വിശാലമായ ഒരു ലക്ഷ്യങ്ങളുമായിട്ടൊരു യോജിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി കീ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്സ് ആണ്, അതായത് പ്രധാന ജുഡീഷ്യൽ പ്രഖ്യാപനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സുപ്രധാന വിധിന്യായങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ നിയമശാസ്ത്രത്തിലെ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. അതിൽ ചെമ്പകം ദൊറൈ രാജൻ കേസുണ്ട്. ചെമ്പകം ദൊറൈ രാജൻ കേസ് എന്ന് പറയും 1951. മൗലികാവകാശങ്ങൾക്ക് മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മേൽ പരമാധികാരമുണ്ടെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. പക്ഷേ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അവ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് കോടതികൾ ഉറപ്പാക്കണമെന്ന് പ്രസ്താവിക്കുന്ന ഒരു നിയമമാണ് ഇത് ചെമ്പകം ദൊറൈ രാജൻ കേസ്. ഇനി ഗോലഖ്നാഥ് കേസ് 1967 ഗോലഖ്നാഥ് കേസ്. നിർദ്ദേശക തത്വങ്ങൾക്ക് മേലുള്ള മൗലികാവകാശങ്ങളുടെ മേൽക്കോയ്മ സുപ്രീം കോടതി ആവർത്തിച്ച കേസാണ്. മറ്റൊന്ന് കേശവാനന്ദ ഭാരതി കേസ് 1973. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനാകില്ല എന്ന് ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും യോജിപ്പിച്ച് വ്യാഖ്യാനിക്കണമെന്ന് സുപ്രീം കോടതി ഊന്നി പറഞ്ഞു. നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം എടുത്തു കാണിച്ച ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് കേട്ടോ. ഇനി മിനർവ മിൽ കേസ് 1980 മിനർവ മിൽ കേസ്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവ തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം സുപ്രീം കോടതി രേഖപ്പെടുത്തിയ ഒരു കേസാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതായ നിയമനിർമ്മാണ നടപടികൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ നിരവധി നിയമനിർമ്മാണ നടപടികൾ നിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് തന്നെയാണ്. മിനിമം വേജസ് ആക്ട് 1948 അതങ്ങനെ ഉണ്ടായതാണ്. പിന്നെ 1976 തുല്യവേതന നിയമം. പിന്നെ പഞ്ചായത്തി രാജ് നിയമം 1992 പഞ്ചായത്തി രാജ് നിയമം. പിന്നെ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം.
പിന്നെ 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. ഇതൊക്കെ മൗലിക നിർദ്ദേശക തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ. ഇനി ചാലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസംസ് ആണ്. ഇതിനെതിരെയുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും. വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും നിർദ്ദേശക തത്വങ്ങൾ നിരവധി വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കുക. ഒന്ന്, ന്യായീകരിക്കാനാവാത്ത സ്വഭാവത്തെ വിമർശിക്കുന്നു. അതായത് തത്വങ്ങൾ കോടതി മുഖേന അല്ലെങ്കിൽ നിയമപരമായിട്ടോ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതാണെന്നതിന് പേരിൽ. രണ്ടാമത്തത്, നടപ്പാക്കൽ വിടവുകളുടെ പേരിൽ അത് വിമർശിക്കപ്പെടും. ഈ തത്വങ്ങൾ നടപ്പാക്കുന്നതിൽ കാര്യമായ വിടവുകളുണ്ട് എന്ന് പറയപ്പെടും. മൂന്നാമത്തത്, മൗലികാവകാശങ്ങളുമായുള്ള ഒരു വൈരുദ്ധ്യതയാണ്. ചില സമയങ്ങളിൽ മൗലികാവകാശങ്ങളും നിർദ്ദേശങ്ങളും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അത് രണ്ടിനെയും സന്തുലിതമാക്കുന്നതിൽ വെല്ലുവിളികളിലേക്ക് നയിക്കണം. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത്. നന്നായിട്ട് പഠിക്കുക, എക്സാമായി. അതുകൊണ്ടാണ് സ്പീഡിൽ പോകണം കേട്ടോ. ഓക്കെ, താങ്ക്സ്.